ശ്രീ ജോൺ ബ്രിട്ടാസ് MP കൂടി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ജോൺ ബ്രിട്ടാസ് MP, CPIM-ന്റെ പോരാട്ടം വിജയത്തിലേക്ക് എത്തിയ ദിവസമാണ് ഇന്നത്തേത്. 2019 മുതലുള്ള വിവരങ്ങൾ കൈമാറണം, അറിയാനുള്ള അവകാശത്തിന്റെ ലംഘനമാണ് ഇലക്ട്രൽ ബോണ്ടുകൾ എന്ന കോടതിയുടെ നിരീക്ഷണം. അത് സുപ്രധാനമല്ലേ ശ്രീ ജോൺ ബ്രിട്ടാസ്? സുപ്രീം കോടതി വിധിയെ ഞാൻ പൂർണ്ണമായും സ്വാഗതം ചെയ്യുകയാണ്. സുപ്രീം കോടതിയിൽ ഈ കേസുമായിട്ട് മുന്നോട്ട് പോയ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു MP എന്ന നിലയിൽ സന്തോഷപ്രദമായിട്ടുള്ള ഒരു ദിനമാണെന്നത്. അത് മാത്രമല്ല, നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ സംശുദ്ധമാക്കാൻ വേണ്ടി ഇതുപോലുള്ള സുപ്രീം കോടതി വിധികളും നടപടികളും അനിവാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പണം നൽകുന്ന വ്യക്തി അല്ലെങ്കിൽ കമ്പനി ആരൊക്കെയാണ്, ആ പണത്തിന് പിന്നിലുള്ള ചരട് എന്താണ്, ആ ചരട് ആ രാഷ്ട്രീയ പാർട്ടിയുടെ നയസമീപനത്തെയോ അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടി നയിക്കുന്ന സർക്കാരിന്റെ നയങ്ങളെയോ സ്വാധീനിക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ ഏത് രീതിയിലാണ് ആ സ്വാധീനം വന്നിരിക്കുന്നത്, ഇതൊക്കെ പരിശോധിക്കാനും അറിയാനുമുള്ള അവകാശം ഒരു വോട്ടർക്കുണ്ട് അല്ലെങ്കിൽ ഒരു പൗരനുണ്ട്. പക്ഷേ വളരെ ഒപ്പേക്കായിട്ടുള്ള ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ രീതിയിൽ അത്തരത്തിലുള്ള പരിശോധനയോ അത്തരത്തിലുള്ള സുതാര്യതയോ സാധ്യമായിരുന്നില്ല. മാത്രമല്ല, നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ ഇലക്ട്രൽ ബോണ്ടിലൂടെ പണം ഒരുപാട് സംഭരിക്കാൻ കഴിഞ്ഞിരുന്നു, സ്വരൂപിക്കാൻ കഴിഞ്ഞിരുന്നു. അതിനർത്ഥം ആ രാഷ്ട്രീയ പാർട്ടിക്കുള്ള സവിശേഷമായ സ്നേഹമല്ല, മറിച്ച് ആ രാഷ്ട്രീയ പാർട്ടി കൈയാളുന്ന അധികാരത്തോടുള്ള സ്നേഹമാണ് ഈ കമ്പനികൾക്കും വ്യക്തികൾക്കും എന്നുള്ളത് കാര്യം പകൽ പോലെ വ്യക്തമായിരുന്നു. ഇപ്പൊ BJP-യുടെ തന്നെ ഇലക്ട്രൽ ബോണ്ടിലൂടെ ശേഖരിക്കുന്ന പണത്തിനുണ്ടായിട്ടുള്ള വർധനവ് ക്രമാതീതമായ വർധനമാണ്. ഇപ്പൊ GDP ഗ്രോത്തിനെ കുറിച്ചൊക്കെ സർക്കാർ പറയുമ്പോൾ അത് 6%, 7% എന്ന് പറയുമ്പോൾ 23-25% വർധനമാണ് ഓരോ വർഷവും ഓരോ ഘട്ടത്തിൽ ഇലക്ട്രൽ ബോണ്ടിലൂടെയുള്ള പണത്തിൽ BJP-ക്ക് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അനാശാസ്യമായിട്ടുള്ള നടപടികൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് രംഗത്തെ മലീമസമാക്കുമെന്ന് കണ്ട് ഒരു വിധിന്യായം പ്രഖ്യാപിച്ച സുപ്രീം കോടതിയുടെ നിലപാടിനെ ഞാൻ ഉയർത്തിപ്പിടിക്കുകയാണ്. ശ്രീ ജോൺ ബ്രിട്ടാസ്, ഒരു കാര്യം കൂടി. സംഭാവനയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഈ കേസിനിടയിൽ കോടതിയിൽ സ്വീകരിച്ചത് വിരുദ്ധമായ നിലപാടുകളാണ്. സ്വകാര്യത മാനിക്കണം, സംഭാവന നൽകുന്നത് ആരാണെന്ന് വ്യക്തമാക്കാൻ കഴിയില്ലെന്ന് കേന്ദ്രം പറയുമ്പോൾ സുതാര്യത ഉറപ്പുവരുത്താൻ പേരുകൾ വെളിപ്പെടുത്തണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നിലപാടെടുക്കുന്നു. ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പിന് ശേഷം നയരൂപീകരണത്തിൽ ഇടപെടാൻ കഴിവുള്ളവർ ബോണ്ട് നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ ബോണ്ട് ഇറക്കിയിട്ടുണ്ട് എന്നുള്ളത് തെളിയുന്ന ഒരു ഘട്ടം, അത് ഒരുപക്ഷെ ഇനിയും വൈകാനുള്ള ഒരു സാധ്യത താങ്കൾ മുന്നിൽ കാണുന്നുണ്ടോ ശ്രീ ജോൺ ബ്രിട്ടാസ്? എന്തായാലും ഈ പറഞ്ഞ സംഭാവന ചെയ്ത വ്യക്തികൾ ആരാണെന്ന് മനസ്സിലാക്കാൻ ചിലപ്പോൾ സമയമെടുക്കും. എന്താ കാരണം എന്ന് വെച്ചാൽ അതിനകത്തൊരു പ്രത്യേക സവിശേഷമായ സാഹചര്യമുണ്ട്. ഈ ബോണ്ട് വാങ്ങിയ ശേഷം കൈമാറി 2-3 കൈമാറൽ നടക്കുന്നുണ്ട്. പലപ്പോഴും ഈ ബോണ്ടുകൾ ക്രയവിക്രയം ചെയ്യുന്നവരുണ്ട്. അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ക്യാഷ് ആരാണ് അച്ചടിച്ചത് എന്നുള്ളതല്ലോ കൈമാറുന്നവരും തമ്മിലുള്ള ബന്ധം. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ബോണ്ടുകൾ വാങ്ങി കൈമാറി ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് എത്തുന്ന സമീപനമുണ്ട്. അതല്ലെങ്കിൽ പണം മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് അവരെ കൊണ്ട് വാങ്ങിക്കുന്നവരുണ്ട്. വ്യക്തികൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ധനസ്വരൂപ രീതിയായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ഒറ്റ സ്ട്രോക്കിൽ ഒരു കമ്പ്യൂട്ടർ പ്രിന്റ് ഔട്ടിലൂടെ ഇതിന് പിന്നിലുള്ള ആരാണെന്ന് കൃത്യമായിട്ട് കണ്ടെത്താൻ കഴിയില്ല. അതുതന്നെയാണ് ഇതിൽ പതിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അപകടം. ഉദാഹരണം പറഞ്ഞാൽ പല ഗവൺമെന്റുകളുടെയും നയപരമായ തീരുമാനങ്ങളെ ഈ ഇലക്ട്രൽ ബോണ്ടിലൂടെ കൈമാറിയ പണം സ്വാധീനിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഇപ്പോൾ നമ്മുടെ എന്തിനേറെ ഫോറസ്റ്റ് നിയമങ്ങളിൽ പോലും വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ, വിശാലമായിട്ടുള്ള നയസമീപനങ്ങളിൽ വന്ന മാറ്റങ്ങളുടെ പിന്നിൽ പോലും ഇലക്ട്രൽ ബോണ്ടിലൂടെയുള്ള സംഭാവനകൾ വഴിവെച്ചു എന്നുള്ള ഒരു ആക്ഷേപം ഉയർന്നിരുന്നു. എന്തായാലും ഇന്നത്തെ ദിവസം വളരെ സന്തോഷപ്രദമാണ്. ഒരു ചെറിയ ചുവടുവെപ്പെങ്കിലും നമുക്ക് നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ സുതാര്യമാക്കുന്നതിൽ അല്ലെങ്കിൽ അതിനെ ക്ലീനപ്പ് ചെയ്യുന്നതിൽ വന്നു എന്നുള്ള കാര്യം നമുക്ക് സ്വാഗതം ചെയ്യാവുന്ന കാര്യമാണ്.